तो बच्चे आज हमारा पहला ഓഫ്ലൈൻ ക്ലാസ് है അല്ലേ? നമ്മളുടെ ആദ്യത്തെ ഓഫ്ലൈൻ ക്ലാസ് ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, ഗൂഗിൾ മീറ്റിൽ ഓൺലൈൻ വഴി നമ്മൾ കണ്ടു, ഓൺലൈൻ ക്ലാസ് കണ്ടു. ദെൻ എന്താണ്, ദിസ് ഈസ് അവർ ഫസ്റ്റ് ഓഫ്ലൈൻ ക്ലാസ്. സോ എന്താണ് നമുക്ക് എന്താണ് टेक्स्ट बुक वो स्टार्ट करना है. वो टेक्स्ट बुक का पाठभाग हमें पढ़ना है. तो आप लोगों को टेक्स्ट बुक मिला है क्या? आप लोगों के पास टेक्स्ट बुक है? तो दिस ഈസ് യുവർ ന്യൂ ടെക്സ്റ്റ് ബുക്ക്. എന്താണ് സെയിം കമ്പനി, എന്താണ് കഴിഞ്ഞ വർഷത്തെ സെയിം കമ്പനിയാണ്. എന്താണ് മാക്മില്ലൻ എഡ്യൂക്കേഷൻ, അത് സെയിം കമ്പനിയാണ്. സോ हमें पढ़ना चाहिए. सबसे पहले टीचर आप लोगों को ये याद कराते हो कि तो बच्चे हमें എത്രയാണ് 17 പാഠം പഠന ഹേ. 17 അല്ല, ഇതിനിടയ്ക്ക് പാഠങ്ങളുണ്ട്. പക്ഷെ നമുക്ക് പ്രധാനമായിട്ടും 17 ചാപ്റ്ററുകളാണ് പഠിക്കാനായിട്ടുള്ളത്. സോ എന്താണ് നമ്മൾ 17 ചാപ്റ്ററുകൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. സോ ഫസ്റ്റ് പാഠം എന്ന് പറയുന്നത്, പ്ലീസ് ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്. ഫസ്റ്റ് പാഠം എന്ന് പറയുന്നത് बढ़ते आगे चलते चलते. എന്താണ് बढ़ते आगे चलते चलते? മുന്നോട്ട് നമുക്ക് മുന്നോട്ട് പോകാം. എങ്ങനെ? ലെറ്റ്സ് ഗോ അഹെഡ്. നമുക്ക് എന്താണ്, നമുക്ക് മുന്നോട്ട് എന്ത് ചെയ്യാം, പോകാം എന്നാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. വേറെ ഒന്നുമല്ല. എന്താണ് അതാണ് വി ഷുഡ് ബി പ്രൗഡ് ഓഫ് ദ റിച്ച് കൾച്ചർ ആൻഡ് ഹെറിറ്റേജ് ഓഫ് അവർ കൺട്രി. നമുക്കറിയാം എന്താണ് ഭാരത് ഏക്ക് ഇൻഡിപെൻഡന്റ് കൺട്രി അല്ലേ? ഇംഗ്ലീഷ് മലയാളം എല്ലാം സോറി. ഇന്ത്യ എന്താണ്, ഒരു ജനാധിപത്യ രാജ്യമാണ്. അതുകൊണ്ട് തന്നെ സ്വതന്ത്ര രാഷ്ട്രമാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഹമാരെ ദേശ് മേ കई तरह से എന്താണ് എന്തൊക്കെയുണ്ട് हमारे स्टेट में एक स्टेट में डिफरेंट संस्कृति होगा या कल्चर होगा അല്ലെങ്കിൽ എന്താണ് ത്യോഹാർ ഹോഗ. നമുക്കറിയാം എന്താണ് നമ്മുടെ ഓരോ സ്റ്റേറ്റിലും ഡിഫറെന്റ് കൾച്ചറാണ്, വേഷങ്ങൾ ഡിഫറെന്റ് ആണ്. അവിടുത്തെ ഫുഡ്, നമ്മുടെ എന്താണ് ലൈഫ് സ്റ്റൈൽ എല്ലാം എന്താണ് ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത് നമ്മളുടെ ഈ ഒരു രാജ്യത്ത്, നമ്മുടെ രാജ്യത്ത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഹമാരെ ഇസ് രാജ്യക്ക് സംസ്കൃതി അല്ലെങ്കിൽ അതിലെന്താണ് ഇസ് രാജ്യ അപ്പടി സംസ്കൃതി. ഇപ്പോൾ നമ്മുടെ രാജ്യത്തിനും നമ്മുടെ സംസ്കൃതിക്കും എന്താണ് നമ്മൾ അഭിമാനിക്കണം. അതിൽ നമ്മൾ അഭിമാനിക്കണം. വി ഷുഡ് ബി പ്രൗഡ് ഓഫ് ദ റിച്ച് കൾച്ചർ ആൻഡ് ഹെറിറ്റേജ് ഓഫ് അവർ കൺട്രി. നമ്മളുടെ എന്താണ് ഇത്രയും നല്ല ഒരു കൾച്ചർ, അതായത് എന്താണ് നാനാത്വത്തില് ഏകത്വം അല്ലേ? എന്താണ് നമ്മൾ ആ ഒരു കൾച്ചറിൽ നമ്മൾ അഭിമാനിക്കണം എന്നാണ് ഈ ഒരു കവിതയിൽ പറയുന്നത്. ഇനി എന്താണ് the poem portrays the patriotism of soldiers and the people of India. നമുക്ക് പറയുന്നു ഈ ഒരു കവിതയിൽ പറയുന്നത് നമ്മളുടെ സോൾജിയേഴ്സിനെ കുറിച്ചാണ്. നമ്മളുടെ സോൾജിയർ ആരാണ്? സോൾജിയർ നമ്മുടെ പട്ടാളക്കാർ, നമ്മുടെ രാജ്യത്തിന് जो अपने राज्य की रक्षा में അല്ലെങ്കിൽ देश की रक्षा के लिए എന്താണ് सीमा पर रहते हैं അല്ലെങ്കിൽ सीमा पर എന്താണ് ആരാണ്? वो हमारे सिपाही, हमारे सोल्जर्स എന്ത് ചെയ്യുന്നു, हमारी रक्षा के लिए, देश की रक्षा के लिए सीमा पर रहती है. वो ഇനി എന്ത് ചെയ്യുന്നു, it states that the soldiers deserve the strength and zeal to fight for the motherland from the best wishes of their countrymen. ഇനി എന്താണ്, ഇനി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്താണ്, നമ്മളുടെ पटालकार हमारे सिपाही हमारे लिए राज्य की सेवा करते हैं. सो इसके लिए हमें देना, हमें उसको बेस्ट विशेस देना है, आशंसा देना है. तो उसकी आशंसा हम ये कविता से द्वारा देते हैं. അവരുടെ ആശംസ നമ്മൾ ഈ കവിതയിലൂടെയാണ് കൊടുക്കുന്നത്. ദിസ് പാർട്ട്ണർഷിപ്പ് ആൻഡ് ദ ബ്രദർഹുഡ് വിൽ ടേക്ക് അവർ കൺട്രി ടു ന്യൂ ഹൈറ്റ്സ്. ഈ ഒരു
പാർട്ട്ണർഷിപ്പ്, ഈ ഒരു സൗഹൃദവും ഈ ഒരു സാഹോദര്യവും നമ്മൾ എന്ത് ചെയ്യും, അത്യുന്നതകളിലെത്തും, ഉയരങ്ങളിലെത്തും എന്നാണ് പറയുന്നത്. കവിതയിൽ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. എന്താണ്? ഹമാരെ ദേശ് മേ സബ് മിൽജുൽ കർ രഹ്തേ ഹേ, വഹാം ഹിന്ദു ഹേ, ഈസാ ഹേ, ദെൻ എന്താണ്, മുസ്ലിം ഹേ, സിഖ് ഹേ, ആദ്യം എന്താണ് तरह तरह के संस्कृति में जीने वाले कई तरह के लोग हमारे राज्य में भी, हमारे देश में भी. എന്താണ്, പല മതങ്ങളെ വിശ്വസിക്കുന്ന ഒരുപാട് പേര് നമ്മളുടെ രാജ്യത്തുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവരെല്ലാം നമ്മൾ പരസ്പരം സ്നേഹിച്ച് സഹകരിച്ചാണ് ജീവിക്കുന്നത്. സോ അതാണ് ഈ പാഠത്തിൽ പറയുന്നത്. ദെൻ the poem by മധു ധവനാണ്. ദി പോയം റൈറ്റർ എന്ന് പറയുന്നത് मधु धवन. तो सबसे पहले हम कवि को परिचित करते हैं. तो पेज नंबर 2 कवि परिचय ध्यान से देखिए. हिंदी साहित्यकाश में मधु धवन का नाम अग्रगण्य है. हिंदी സാഹിത്യത്തിൽ ഫേമസ് ഹിന്ദി റൈറ്റർ. അദ്ദേഹം ഒരു നല്ല ഹിന്ദി റൈറ്ററാണ്, ഹിന്ദി സാഹിത്യകാരനാണ്, ഹിന്ദി പോയറ്റാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്തൊക്കെയാണ്, ഹിസെ ബസ് അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം നല്ലൊരു സ്റ്റോറി റൈറ്റർ ആണ്. ഇനി അദ്ദേഹം നല്ലൊരു പ്ലേ റൈറ്റർ ആണ്. അദ്ദേഹം നല്ലൊരു പോയറ്റ് ആണ്. ഹിന്ദി के सारे साहित्य विधाओं में अपनी തൂലിക ചലായി. അദ്ദേഹം എല്ലാ സാഹിത്യ മേഖലകളിലും എഴുതിയിട്ടുണ്ട്. അദ്ദേഹം തന്റെ ശ്രദ്ധ തിരിച്ചിട്ടുണ്ട്, അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ രചനകള് മഹാകാവ്യ, ഖണ്ഡകാവ്യ, കാവ്യസംഗ്രഹ, ഉപന്യാസ, കഹാനി സംഗ്രഹങ്ങൾ. മീൻസ് എന്തൊക്കെയാണ്, അദ്ദേഹം നോവൽസുകളും പോയംസുകളും എസ്സേസ്, അതുപോലെ തന്നെ എല്ലാ മേഖലയിലും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ല, അദ്ദേഹത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ എക്സാമിന് വരത്തില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. നോ പ്ലീസ് ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്. बढ़ते आगे चलते चलते, ध्यान से सुनिए. बढ़ते आगे चलते चलते पहुंचे इस मुकाम पर, गाते गाते आए सारा ब्योरा यूं जुबान पर. देश हमारा भारत है सबसे महान, यह पर्वतों की चोटियों से मिलता पैगाम है. यह जन जन की कामना से होता है शक्तिशाली हम, प्रेरणा और निष्ठा से बढ़ता है आत्मबल. बढ़ते आगे चलते पहुंचे इस मुकाम पर. नोकू बढ़ते आगे, एक बार फिर देखिए, टीचर के साथ पढ़ने की कोशिश कीजिए. बढ़ते आगे चलते चलते पहुंचे इस मुकाम पर, गाते गाते आई सारा ब्योरा यूं जुबान पर. देश हमारा भारत है सबसे महान, एक पर्वतों की चोटियों से मिलता पैगाम है एक, जन जन की कामना से होते शक्तिशाली हम, प्रेरणा और निष्ठा से बढ़ता आत्मबल. तो എന്താ പറയുന്നത്, बढ़ते आगे चलते चलते पहुंचे इस मुकाम पर, हम എന്താണ് चलो 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 हम आगे बढ़ते हैं, हम चलते चलते आगे बढ़ते हैं. लेट्स गो अहेड, നമുക്ക് മുന്നോട്ട് മുന്നേറാം. പഹുഞ്ചെ ഇസ് മുഖാം പർ, get to this destination, നമുക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തിലോട്ട് മുന്നോട്ട് മുന്നേറാം. നമ്മുടെ ലക്ഷ്യം എന്താണ്? നമ്മുടെ ലക്ഷ്യം എന്താണ്? നമ്മുടെ രാജ്യ की सेवा यानी देश की रक्षा. കേട്ടോ, गाते गाते आए सारा ब्योरा यूं ज़बान पर, let us sing the glory of the nation. നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ ആ ഒരു ഗ്ലോറി, നല്ല കാര്യങ്ങൾ, നമ്മുടെ രാജ്യത്തിന്റെ നേട്ടങ്ങൾ, അല്ലെങ്കിൽ രാജ്യത്തിന്റെ
അച്ചീവ്മെന്റ്സ് നമുക്ക് എന്താണ് എണ്ണി പുകഴ്ത്താം ഇല്ലേ. നമ്മളുടെ രാഷ്ട്രത്തിൽ മികച്ച ഒരുപാട് हमारे देश में कई ऐसे कार्य है जो हमारे सिर हमेशा ഊഞ്ചി रहते हैं. നമുക്കറിയാം നമ്മുടെ രാജ്യത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. इससे हमारा सिर हमेशा ऊंची रहते हैं. അതുകൊണ്ട് തന്നെ നമ്മുടെ തല എപ്പോഴും ഉയർന്നു തന്നെ ഇരിക്കും. മീൻസ് എന്താണ്, हम हमेशा अपने राज्य की शान पर, अपने राज्य की ब्योरा पर क्या करते हैं, गर्व करते हैं. ले हम हमेशा अपनी संस्कृति पर गर्व करते हैं. എന്താ പറയുന്നേ, बढ़ते आगे चलते चलते पहुंचे इस मुकाम पर, गाते गाते आए सारा ब्योरा यूं जुबान पर. എന്താ പറയുന്നത്, നമുക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തിലോട്ട് മുന്നേറാം. വരൂ, നമുക്ക് നമ്മൾ ലക്ഷ്യസ്ഥാനത്തിലോട്ട് പോകാം. എന്ത് പാടിക്കൊണ്ട് പോകാം, നമ്മുടെ രാജ്യത്തിന്റെ നേട്ടങ്ങള്, അച്ചീവ്മെന്റ്സ് അത് പാടി അല്ലെങ്കിൽ നമുക്ക് രാജ്യത്തെ പുകഴ്ത്തി പാടി നമുക്ക് മുന്നോട്ട് പോകാം. എന്താ പറയുന്നേ, बढ़ते आगे चलते चलते पहुंचे इस मुकाम पर, गाते गाते आए सारा ब्योरा यूं ज़बान पर. Let's go ahead and get to this destination. Let us sing the glory of the nation. Okay, നമുക്ക് നമ്മുടെ രാജ്യത്തിനെ എന്ത് ചെയ്യാം, പുകഴ്ത്തി പാടാം. देश हमारा भारत है सबसे महान यह. ഇനി എന്താണ്, ഇനി എന്താ പറയുന്നേ, our country is great. നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് എന്താണ്, എല്ലാത്തിലും വലുതാണ്, എല്ലാത്തിലും വളരെ മഹത്വമുള്ളതാണ്. देश हमारा भारत है, हमारा देश का नाम क्या है, ഇന്ത്യ ഈസ് എന്താണ്, our country. നമുക്കറിയാം ഇന്ത്യയാണ് നമ്മളുടെ രാജ്യം. എന്താണ്, അതുകൊണ്ട് തന്നെ our country ഈസ് ഗ്രേറ്റ്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യം ഇപ്പോഴും എന്താണ്, മഹത്വമുള്ളതാണ്, വലുതാണ്. നമ്മുടെ രാജ്യം എന്താണ്, ഭാരതമാണ്, എല്ലാത്തിലും മഹത്വമുള്ളത്. पर्वतों की चोटियों से मिलता पैगाम है. पैगाम മീൻസ് എന്താണ്, മൗണ്ടൻ പീക്സ് ആണ് മക്കളെ. पर्वतों की चोटियों से, ഇനി എന്താണ് പറയുന്നത്, സോറി, पैगाम മീൻസ് മെസ്സേജ്. എന്താ പറയുന്നത്, we get the message from the mountain peaks. നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ ഉന്നമനത്തിനുള്ള അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഒരു ഉയർച്ചയ്ക്കുള്ള മെസ്സേജ് നമുക്ക് പർവ്വതങ്ങളുടെ മുകളിൽ നിന്ന് കിട്ടുന്നു വിചാരിച്ച് എന്താണ്, നമ്മളുടെ മുകളിൽ, ഇന്ത്യയുടെ മുകളിൽ എന്താണ്, കാശ്മീർ. അവിടെ അതിന് മുകളിലായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ത്രിവർണ്ണ പതാകയുണ്ട്. हमारा फ्लैग, हमारा झंडा वहां पर है. तो हम हमेशा पर्वतों की पीक से हम हमेशा क्या दिखाई देते हैं, हम हमेशा हमारा फादर को ही दिखाई देते हैं, क्योंकि वहाँ हमारा फादर का झंडा है ना. तो हमारे फादर के उत्तर दिशा में क्या है, ഹിമാലയ പർവ്വത, അല്ലെങ്കിൽ അതിലെന്താണ്, നമുക്ക് എന്തുണ്ട്, നമ്മുടെ രാജ്യത്തിന്റെ മനോഹരമായ പതാകയുണ്ട്. അതിൽ നിന്ന് നമുക്ക് എന്ത് അറിയാൻ പറ്റും, രാജ്യത്തിന്റെ മഹത്വം എപ്പോഴും കാണാനായിട്ട് പറ്റും. മീൻസ് എന്താണ്, ആ അതിർത്തിയിലോട്ട് മറ്റ് ശത്രു രാജ്യങ്ങൾ കടക്കാതെ നമുക്ക് നോക്കാനായിട്ട് പറ്റുന്നു. ഇപ്പൊ എന്തേ പറയുന്ന അത്രയും നോക്കിയേ. बढ़ते आगे चलते चलते पहुंचे इस मुकाम पर, गाते गाते आई सारा ब्योरा यूं ज़बान पर. देश हमारा भारत है सबसे महान एक, पर्वतों की चोटियों से मिलता पैगाम है. ओके, जन जन की कामना से होते शक्तिशाली हम, प्रेरणा और निष्ठा से बढ़ता है आत्मबल. ഇനി പറയുന്നത് എന്താണ്, जन जन की कामना से होते शक्तिशाली हम. We are powerful in the desire of the people. നമ്മൾ എന്താണ്, ജനങ്ങളുടെ ആഗ്രഹങ്ങള്, അവരുടെ സ്വപ്നങ്ങൾ കൊണ്ട് ശക്തിശാലികളാണ്. മീൻസ് എന്താണ്, हमारी भारत जनता का हमेशा एक ही सपना था, एक എന്താണ്, मेरा भारत महान.
നമ്മളുടെ ഭാരതീയരുടെ എന്താണ് ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് മേരാ ഭാരത് മഹാനാണ്. എപ്പോഴും എന്റെ രാജ്യമായിരിക്കണം ഏറ്റവും മുന്നിലെന്നാണ് നമ്മുടെ ഭാരതീയരുടെ എപ്പോഴും സ്വപ്നം. ഇപ്പൊ എന്താ പറയുന്നത്? ജൻ ജൻ കി കാമന സേ ഹോത്തെ ശക്തിശാലി ഹം, വി ആർ powerful in the desire of the people. എന്താണ്? പ്രേരണ और निष्ठा से बढ़ता है आत्मबल. പ്രേരണ സെൽഫ് കോൺഫിഡൻസ് ആൻഡ് പ്രേരണ മീൻസ് എന്താണ്? മോട്ടിവേഷൻ, നിഷ്ഠ, കമ്മിറ്റ്മെന്റ്. പ്രേരണ എന്താണ്? മോട്ടിവേഷൻ, നിഷ്ഠ, കമ്മിറ്റ്മെന്റ്. ഇവിടെ പറയുന്നത് എന്താണ്? പ്രേരണ और എന്താണ്? कमिटमेंट और मोटिवेशन से हमारे सेल्फ कॉन्फिडेंस आगे बढ़ते हैं. तो എന്താണ് പറയുന്നത്? सेल्फ कॉन्फिडेंस इंक्रीजेस इन मोटिवेशन एंड कमिटमेंट. अगर हमें എന്താണ്? अगर कोई हमें मोटिवेशन दिए जाए तो हमारी सेल्फ कॉन्फिडेंस आगे बढ़ते हैं. वैसे ही हमारे सिपाहियों को कोई मोटिवेशन या हमारी पैट्रियोटिक सॉन्ग सुनाए जाए तो उसका ही मोटिवेशन आगे बढ़ते हैं. എന്താ പറയുന്നത്? അപ്പൊ എന്താ പറയുന്നത്? ജൻ ജൻ കി കാമന സേ ഹോത്തി ശക്തിശാലി ഹം, പ്രേരണ और निष्ठा से बढ़ता है आत्मबल. ഇനി എന്താണ്? ഓരോ ഭാരത് के एक एक जनता के कामना से भारत शक्तिशाली होते हैं. ഭാരതത്തിലെ ഓരോരോ ജനങ്ങളുടെയും ആഗ്രഹങ്ങളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഭാരതം ശക്തിശാലിയാകുന്നത്. ഇനി എന്താണ്? പ്രേരണ और निष्ठा से बढ़ता है आत्मबल. ഇനി എന്താണ്? സെൽഫ് കോൺഫിഡൻസ്. ആൾവേസ് എന്താണ്? സെൽഫ് കോൺഫിഡൻസ് ഇൻക്രീസസ് ഇൻ മോട്ടിവേഷൻ ആൻഡ് കമ്മിറ്റ്മെന്റ്. നമ്മളുടെ കമ്മിറ്റ്മെന്റ്, നമ്മളുടെ കോൺഫിഡൻസിലൂടെ നമ്മളുടെ എന്താണ്? മോട്ടിവേഷനിലൂടെ നമുക്ക് എപ്പോഴും എന്താണ്? നമ്മളുടെ സെൽഫ് കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യുന്നു. അല്ലെങ്കിൽ എന്താണ്? നമ്മൾക്ക് എന്താണ്? ഡെഡിക്കേഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ കറക്റ്റ് എന്താണ്? പ്രേരണ और निष्ठा से बढ़ता है आत्मबल. ഇനി എന്താണ്? പ്രേരണ, മോട്ടിവേഷൻ, നിഷ്ഠ, ഡെഡിക്കേഷൻ എന്ന് പറയാം, കമ്മിറ്റ്മെന്റ് എന്ന് പറയാം. അതായത് നിങ്ങളുടെ ഇഷ്ടത്തിന് പറയാം. അതിലൂടെ നമുക്ക് എന്താണ്? നമ്മുടെ ആത്മബലം വർദ്ധിക്കുന്നു. അപ്പൊ എന്താണ് ആ 8 ലൈനിൽ പറയുന്ന മക്കളെ? നോക്കിക്കേ. बढ़ते आगे चलते चलते पहुंचे इस मुकाम पर, गाते गाते आए सारा ब्योरा यूं जुबान पर. देश हमारा भारत है सबसे महान यख, पर्वतों की चोटियों से मिलता पैगाम यख. जन जन की कामना से होते शक्तिशाली हम, പ്രേരണ और निष्ठा से बढ़ता है आत्मबल. എന്താ പറയുന്നത്? എന്താണ്? ഹേ ദേശവാസിയോ, ഹേ സിപ്പാഹിയോ, എന്താണ്? हम अपने मुकाम पर आगे बढ़कर चलते हैं. चलो हम अपने मुकाम पर चलते हैं. इനി എന്താണ്? हमेशा हमारे देश की शान को गा गा कर हम आगे बढ़ते हैं. इനി എന്താണ്? भारत हमारा देश के वो हमारे इस पृथ्वी के सबसे महान देश है. वो എന്താണ്? वो संदेशा हम हमारे पर्वतों की चोटियों से हमें मिलते हैं. जन जन की कामना से എന്താണ്? हमारे हम भारत की जनताओं की प्रेरणा से हम എന്താണ്? അല്ലെങ്കിൽ भारत की जनता की आकांक्षाओं से हम शक्तिशाली बनते हैं. ഇനി എന്താണ്? लोगों की प्रेरणा और निष्ठा से सिपाहियों की आत्मबल भी बढ़ते जाते हैं. ओके, then നെക്സ്റ്റ് സ്റ്റാൻസ നോക്കുന്നതിന് മുമ്പ് ആ സ്റ്റാൻസ ഒന്ന് വായിച്ചത് മനസ്സിലാക്കിയോ നോക്കിയോളൂ. देश की आन हम, देश की शान हम, देश की जान हम, देश के कंठखार हम. ഇനി പറയുന്നത് എന്താണ്? हम देश की आन है, നമ്മൾ നമ്മുടെ രാജ്യത്തിന്റെ ആൻ മീൻസ് എന്താണ്? ഗൗരവ് അല്ലെങ്കിൽ പ്രൗഡ് എന്ന് പറയാം. നമ്മൾ രാജ്യത്തിന്റെ അഭിമാനമാണ്. ദേശിക്ക് ഷാൻ, പ്രൈഡ്, ആത്മാഭിമാനമാണ്.
ദേശ് കി ലൈഫ് അല്ലേ, രാജ്യത്തിന്റെ ജീവനാണ്. ദേശ് കെ കണ്ഠഹാർ ഹം, രാജ്യത്തിന്റെ കണ്ഠഹാർ, കണ്ഠഹാർ നെക്ലേസ് യാനി ശോഭ ദേനെ വാലി ചീസ്. എന്താ പറയുന്നത്? ഹം ജനതാഹി അല്ലെങ്കിൽ ഹം സിപ്പാഹിയോ, ഇവിടെ പറയുന്നത് എന്താണ്? ഹം സിപ്പാഹിയോ ദേശ് കി ആൻ ഹി എന്ന് വെച്ചാൽ എന്താണ്? രാജ്യത്തിന്റെ ആൻ. ആൻ മീൻസ് എന്താണ്? നമ്മളാണ് രാജ്യത്തിന്റെ സോൾ, അല്ലെങ്കിൽ നമ്മളാണ് രാജ്യത്തിന്റെ പ്രൗഡ്, അല്ലെങ്കിൽ ഞങ്ങളാണ് രാജ്യത്തിന്റെ ലൈഫ്, അല്ലെങ്കിൽ ഞങ്ങളാണ് രാജ്യത്തിന്റെ ഓർണമെന്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഏക് രാജ്യക്ക് അല്ലെങ്കിൽ ഏക് ദേശിക്ക് शान, आन, जान, कंडखार आदि कौन होता? आदि कौन है? आदि सिपाहियां ही है. ഒരു രാജ്യത്തിന്റെ ജീവിതവും എന്താണ്? അഭിമാനവും അന്തസ്സും അതിന്റെ രാജ്യത്തിന്റെ സംസ്കാരവും രാജ്യത്തിന്റെ ഐശ്വര്യവും എന്ന് പറയുന്നത് ആരാണ് മക്കളെ? പട്ടാളക്കാർ തന്നെയാണ്, സോൾജേഴ്സ് തന്നെയാണ്. അപ്പൊ എന്താ പറയുന്നത്? ദേശ് കി ആനഹം, ദേശ് കി ഷാനഹം, ദേശ് കി ജാനഹം, ദേശ് കി കണ്ഠഹാരഹം. ഓക്കെ, അപ്പൊ ആ 4 ലൈൻ മനസ്സിലായോ മക്കളെ? മനസ്സിലായോടാ? മനസ്സിലായില്ലെങ്കിൽ ടീച്ചർ അടുത്ത് ചോദിക്കണേ മക്കളെ. കവച് ബൻ चलते चलते पहुंचे उस मुकाम पर, गाते गाते आए सारा ब्योरा यूं जबान पर. बढ़ते आगे चलते चलते पहुंचे इस मुकाम पर, गाते गाते आए सारा ब्योरा यूं जुबान पर. इन्हें പറയുന്നതാണ് we are moving forward as the god of the country, of our country. എന്താണ്? നമ്മുടെ രാജ്യത്തിന്റെ കവചമായി, ഗോഡ് പ്രൊട്ടക്ഷൻ ആണ്. എന്താണ്? നമ്മൾ രാജ്യത്തിന്റെ കാവലായി എന്ത് ചെയ്യുന്നുണ്ട്? ആകെ ചലത്തെ ഹെ, എപ്പോഴും എന്താണ്? രാജ്യത്തിന്റെ ഹമാരി ദേശ് കി സീമ पर कौन रहता है? देश की सीमा पर सिपाही, वो सिपाही हमेशा हमारे राज्य की सेवा के लिए, हमारे राज्य की सुरक्षा के लिए वहां सन्निहित रहती है. कहाँ? भारत की सीमा पर. ഇവിടെ പറയുന്നത് എന്താണ്? കവച് ബൻ ചലത്തെ ചലത്തെ പഹുഞ്ചെ ഉസ് മുകാം पर, हम सिपाहियां കവച് ബൻകർ, കവച് യാനി ഗാർഡ് യാനി പ്രൊട്ടക്ഷൻ. എന്താണ്? നമ്മുടെ രാജ്യത്തിന്റെ പ്രൊട്ടക്ഷൻ ആയി അല്ലെങ്കിൽ ഷീൽഡ് ആയി. എന്താണ്? ഷീൽഡ് ആണ് ആയി. എന്താണ്? ചലത്തെ ചലത്തെ പഹുഞ്ചെ ഉസ് മുകാം पर, ആ ഒരു മുകാം നമ്മുടെ ലക്ഷ്യസ്ഥാനത്തിൽ, ആ ഒരു ഡെസ്റ്റിനിയിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? മുന്നോട്ട് പോകുന്നു. എന്താണ് നമ്മുടെ ലക്ഷ്യം? ദേശ് കി രക്ഷ യാനി ദേശ് കി സുരക്ഷ. ഇതാണ് ഇവിടെ സോറി മക്കളെ. ഗാത്തെ ഗാത്തെ ആയേ സാരാ ബ്യോറാ യൂം ജബാൻ. ഇനി എന്താണ്? ലെറ്റ് us sing the glory of our nation. നമുക്ക് എന്താണ്? നമ്മുടെ രാജ്യത്തെ സ്തുതിച്ച് പാടാം, വാഴ്ത്തി പാടാം. എന്താണ്? ബഡ്ത്തെ ആകെ ചലത്തെ ചലത്തെ പഹുഞ്ചെ ഇസ് മുകാം पर. ഇനി എന്താണ്? ലെറ്റ്സ് എന്താണ്? ഗോ അഹെഡ്. ഇനി എന്താണ്? ആൻഡ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടു ഗെറ്റ് ദിസ് ഡെസ്റ്റിനേഷൻ, നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷൻ കിട്ടുന്നു, ലക്ഷ്യസ്ഥാനത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. ഗാത്തെ ഗാത്തെ ആയി സാരാ ബ്യോറാ യൂം ജുബാൻ पर. ഇനി എന്താണ്? ലെറ്റ്സ് ജസ്റ്റ് സിംഗ് ദ ഗ്ലോറി ഓഫ് അവർ നേഷൻ. നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ രാജ്യത്തെ വാഴ്ത്തി പാടാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എനിക്ക് തോന്നുന്നു മക്കളെ ആദ്യത്തെ കുറച്ച് ലൈൻ മാത്രമേ സെയിം ആണ് പഠിക്കേണ്ടതായിട്ടുള്ളൂ, ബാക്കിയെല്ലാം സെയിം ആണ് ലൈൻ. കവിത മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. एक बार फिर टीचर के साथ पढ़ने की कोशिश कीजिए. बढ़ते आगे चलते चलते पहुंचे इस मुकाम पर, गाते गाते आए सारा ब्योरा यूं जुबान पर. जब देश हमारा फारद है सबसे महानिक, पर्वतों के छोटे से मिलता पैगाम है एक, जन जन की कामना से होते शक्तिशाली हम, प्रेरणा और निष्ठा से बढ़ता है आत्मबल बढ़ते आगे. देश की आन हम, देश की शान हम, देश की जान हम, देश के कंडखार हम. कवच बन चलते चलते पहुंचे उस मुकाम पर, गाते गाते आए सारा ब्योरा यूं जुबान पर. बढ़ते आगे चलते चलते पहुंचे इस मुकाम पर,
गाते गाते आए सारा ब्योरा यूं जुबान पर. ഇതാണ് നിങ്ങളുടെ കവിത. കവിത മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. तो बच्चे इस कविता अपने कॉपी बुक यानी राइटिंग बुक में 3 बार लिखो. ഈ കവിത 3 തവണ എഴുതി പഠിക്കണം. ഈ കവിത എഴുതി പഠിക്കണം. ദെൻ ശബ്ദാർത്ഥ എടുത്തേ മക്കളെ. 2 ക്ലാസ് ഉണ്ടെങ്കിൽ കഴിയുള്ളൂ കേട്ടോ. എന്താണ് ശബ്ദാർത്ഥ? മുക്കാം 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 ശബ്ദ का मीनिंग है डेस्टिनेशन. मुकाम डेस्टिनेशन. शक्तिशाली स्ट्रॉन्ग. ब्योरा डिटेल्स. पर्वत माउंटेन. चोटियां पीक्स. पैगाम मैसेज. प्रेरणा मोटिवेशन. निष्ठा डेडिकेशन. कंडकार नेकलेस. कवच शील्ड. 3 वर्ड പഠിക്കുക. ये सारे शब्द 3 बार लिखकर पढ़ो. जैसे पढ़ो. ठीक है. तो then we have टेक्स्ट बुक की अभ्यास है, वो हम नेक्स्ट क्लास में पढ़ते हैं. क्योंकि नेक्स्ट क्लास में हमें लैंग्वेज स्किल्स भी पढ़ना है. तो नेक्स्ट अगला कक्षा में हम लोग ये पढ़ते हैं. तो इस कविता याद करो. ഓക്കെ. കവിത നന്നായിട്ട് കാണാതെ പഠിക്കുക. കാണാതെ പഠിച്ച് ടീച്ചറിന് പറഞ്ഞിടുക. ടീച്ചർ നിങ്ങളുടെ ഇടയ്ക്ക് എന്തെങ്കിലും ഗൂഗിൾ മീറ്റോ എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങളുടെ അടുത്ത് കവിത കാണാതെ പറയാനായിട്ട് ചോദിക്കും. सो നിങ്ങൾക്ക് കവിത മനസ്സിലായി കാണുന്ന आप लोगों को कविता का भाव അല്ലെങ്കിൽ कविता का आशय समझ में आया होगा. तो हम अगले क्लास में मिलते हैं. तो स्टे होम, स्टे सेफ. धन्यवाद.